ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു സാരി ബ്ലൗസ് ആണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സാരി ബ്ലൗസ് കട്ട് ചെയ്യാൻ അറിയത്തില്ലാത്ത ഏതൊരാൾക്കും സ്വന്തം അളവിലേക്ക് മാറ്റിയെടുത്ത് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ എല്ലാ അളവുകളും പറയുന്നത്. 1 മീറ്റർ 2x2 ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏതൊരാൾക്കും സ്വന്തം അളവിൽ കട്ട് ചെയ്യാവേ. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അതിന് രണ്ടായിട്ടാണ് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തിടുന്നത്. അപ്പം നമുക്ക് വേണ്ട വിഡ്ത്ത് എത്രയാണോ അത് വെച്ച് മാത്രം നമ്മൾ ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്താൽ മതി. അല്ലാതെ ടോട്ടൽ ക്ലോത്തിനെ ഒരുമിച്ച് ഫോൾഡ് ചെയ്യേണ്ട. നമുക്കിപ്പോൾ 36 ഇഞ്ച് ചെസ്റ്റ് ആണെങ്കിൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ചെന്ന് കിട്ടും. പിന്നെ നമ്മളൊരു 3 ഇഞ്ചോ 4 ഇഞ്ചോ കൂടുതലിട്ട് കൊടുത്താൽ മതിയേ. നമ്മൾ എന്നിട്ട് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുക്കുക. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. ബാക്ക് ഭാഗത്ത് നമുക്ക് പുറകുവശത്തെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിനായിട്ടുള്ളതാണ്, മടക്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നു. ഇനി നമുക്ക് നെക്കിൻ്റെ വിഡ്ത്താണ്. നമുക്ക് 2 ഇഞ്ചോ 2.5 ഇഞ്ചോ 2.25 ഇഞ്ച് വരെയൊക്കെ ഒരു 36 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്ക് എടുക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 2.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെ നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. 8 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത്. ഈ ലെങ്ത് അനുസരിച്ചാണ് നമ്മളുടെ ഷോൾഡറിൽ വ്യത്യാസം വരുന്നത്. അതിനുശേഷം നമ്മളിവിടെ ഒരു റൗണ്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവേ. ഈ നെക്കിൻ്റെ ലെങ്തിനെ നമ്മൾ അനുസരിച്ചിരിക്കും, അല്ലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ ഷോൾഡർ കിട്ടാനായിട്ട്. നെക്കിൻ്റെ ലെങ്ത് കൂടുന്ന അനുസരിച്ച് നമ്മളുടെ ഷോൾഡറിൻ്റെ അളവ് കുറഞ്ഞു വരും. നമ്മളിപ്പോൾ 8 ഇഞ്ച് കൊടുത്തത് കൊണ്ട് ഒരു 5.5 ഇഞ്ച്, 5 ആയാലും കുഴപ്പമില്ല, തയ്യൽ തുമ്പൂടെ കൂടി 5.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി എന്നിട്ട് 1/2 ഇഞ്ച് ഇങ്ങനെ ഡൗൺ വേഡ് കൊടുക്കുന്നു. അതിനുശേഷം ആ 5.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിനും കൊടുക്കുന്നത്. ഇവിടെ നിന്നും 5.5 ഇഞ്ചാണോ നമ്മുടെ ഈ വിഡ്ത്തെന്ന് നോക്കുക. എന്നിട്ട് ഈ ആം ഹോളിനെ നമ്മളൊരു ബോക്സ് പോലെ ആക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബോക്സ് പോലെ ആക്കിയതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നത് മാർക്ക് ചെയ്യുക. എന്നിട്ട് 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ വേണമെങ്കിൽ കൊടുക്കാവേ, നിർബന്ധമില്ലേ. അതായത് നമ്മളുടെ വണ്ണം ഒരുപാട് കൂടുതലുള്ളവർ ആ 1 ഇഞ്ച് കൊടുത്താൽ മതിയേ. പിന്നെ 2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് കൊടുക്കാവേ. ഇത് പലരും ചോദിച്ചത് കൊണ്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സാധാരണ ഇങ്ങനെ ബാക്ക് പോർഷന് എക്സ്ട്രാ കൊടുക്കാറില്ലേ. നമ്മളുടെ വേസ്റ്റിൻ്റെ അളവും ടോട്ടൽ വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സീം അലവൻസ് 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതിയേ. അത് നമുക്ക് എത്രയാണെന്നോ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ആം ഹോളിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ അവിടെ ഒന്ന് വരച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ ബാക്ക് പോർഷനിലെ. എന്നിട്ട് ഈ ഭാഗം ഇവിടെ ഒന്ന് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ബാക്ക് പോർഷൻ ഇതുപോലെ റെഡിയായി ലഭിച്ച് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലേക്കുള്ള ക്ലോത്ത് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാവേ. നമ്മളുടെ ഈ ബാക്ക് പോർഷനിൽ നമ്മൾ മടക്കിയിട്ടതിനെക്കാട്ടിലും നമുക്ക് ഒരു 2-3 ഇഞ്ചോ കൂടുതലിട്ട് വേണം ഇതുപോലെ ഒന്നുകൂടെ കൂടുതൽ നമ്മളൊന്ന് മടക്കി കൊടുക്കണേ. അത് നമ്മൾ ടക്ക് ഇടുമ്പോൾ അല്ലെങ്കിൽ വലിഞ്ഞു വരുമ്പോൾ തികയാതെ വരും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് മുകൾ ഭാഗം ഇതുപോലെ തന്നെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളുടെ ബാക്ക് പോർഷനിൽ നമ്മളുടെ സൈഡിൽ, അതായത് അവിടെയാണ് ഹുക്ക് വെക്കുന്നത്, അവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. ആ മാർക്ക് ചെയ്തിടത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു തരത്തിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകരുത്, കറക്റ്റ് ആയിരിക്കണം. അതിനുശേഷം ഈ ആം ഹോളിൻ്റെ ഭാഗം എല്ലാം നമ്മൾ ഇതുപോലെ ട്രേസ് ചെയ്തെടുക്കുകയാണ്. നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നു. എന്നിട്ട് ബാക്ക് പോർഷനിലെ ലെങ്തിൻ്റെ അവിടവും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇതാണ് അത് കറക്റ്റായിട്ട് ആ ബാക്ക് പോർഷനിൽ എത്രയാണോ നമ്മൾ ലെങ്ത് കൊടുത്തത് അതിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് കൂടുതൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. 1.5 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഈ വീതിയുള്ള ബെൽറ്റ് വേണമെങ്കിൽ 2 ഇഞ്ച് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവേ. നമ്മളിപ്പോൾ 1.5 ഇഞ്ചാണ്
ബെൽറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് പോർഷനെ ഇങ്ങോട്ടൊന്ന് മടക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഷോൾഡർ പോയിന്റിൽ നിന്ന് നമ്മളുടെ ടക്ക് പോയിന്റിനുള്ളത് അത് നമ്മൾക്ക് ഒരു പൊക്കം അനുസരിച്ച് വ്യത്യാസം വരുവേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 13 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും ടക്ക് പോയിന്റ് എത്രയാണെന്ന് നോക്കി അതാണ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം ആ ബാക്ക് പീസിൻ്റെ ലെങ്ത് എവിടെയാണോ ഉള്ളത് ആ പോയിന്റിൽ നിന്ന് നമ്മൾ നെക്ക് പോർഷൻ്റെ ആ സൈഡിൽ 3 ഇഞ്ചും നമ്മളുടെ ഈ ആം ഹോൾ പോർഷന് ഒരു 3.5 ഇഞ്ചും ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കിതുപോലെ നല്ല നീറ്റായിട്ട് ബെൽറ്റ് പോർഷൻ ഇതുപോലെ ലഭിക്കുവേ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതിനുശേഷം നമ്മൾ ഈ ബാക്ക് പോർഷനെ ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ എങ്ങനെയാണ് ടക്ക് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളതാണ്. ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും വണ്ണം അനുസരിച്ചിരിക്കുക. ഒരു 36 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്ക് നമ്മളുടെ ഈ ക്ലോസ് സൈഡിൽ നിന്ന്, അതായത് നെക്ക് വരുന്ന സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്തുക. അവിടെ നിന്ന് 2 സൈഡിലേക്ക് ഓരോ ഇഞ്ച് അടയാളപ്പെടുത്തിയാലും മതി. എന്നിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ നമ്മൾ ഈ സൈഡിൽ അടയാളപ്പെടുത്തുന്നത് ഓരോ ഇഞ്ചോ 1.5 ഇഞ്ച് വെച്ചോ ഒക്കെ നമുക്ക് കൊടുക്കാവേ. നമുക്ക് നല്ല ടക്ക് വേണമെങ്കിൽ കുറച്ചേറെ ഇടയുള്ള ടക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 1.5 ഇഞ്ച് കൊടുക്കണേ. ഇനി അല്ല ചെറിയ വണ്ണം കുറഞ്ഞുള്ളവർക്ക് മതിയെങ്കിൽ നമ്മൾ 1 ഇഞ്ച് കൊടുത്താൽ മതി. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ബോഡിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവേ. നമ്മുടെ വണ്ണത്തിനെ അനുസരിച്ചിരിക്കും. അപ്പോൾ 1.5യോ 1 ഒക്കെ നമുക്ക് ഇതുപോലെ ടക്ക് കൊടുക്കാവേ. ഇനിയും നമ്മൾ ഈ ആം ഹോൾ ഭാഗം ഇതുപോലെ ഒന്ന് ബോക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഉള്ളിലേക്ക് 1 ഇഞ്ചോളം കിട്ടുവേ. അപ്പോൾ ഈ കോർണർ വഴി ഇതുപോലെ ഇങ്ങനെ അങ്ങ് നമുക്ക് വരച്ച് കൊടുത്താൽ മതി. അപ്പം ഫ്രണ്ട് ആം ഹോൾ കിട്ടുവേ. ഇതൊക്കെ ഒരു തന്നെ സിമ്പിൾ മെത്തേഡാണ്. പല പ്രാവശ്യം നമ്മൾ ഈ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെക്നിക്കൊക്കെ മനസ്സിലാവുകയും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നവർ എപ്പോഴും ബ്ലൗസ് പഴയ ക്ലോത്തിലൊക്കെ പല പ്രാവശ്യം ചെയ്ത് പഠിക്കണേ. എങ്കിൽ മാത്രമേ നല്ല നീറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ 6 ഇഞ്ചാണ് നെക്കിന് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നെക്കിന് വിഡ്ത്ത് നമ്മൾ ആ ഷോൾഡറിൽ എടുത്തിരിക്കുന്ന അതേ വിഡ്ത്ത് തന്നെയാണ്, നെക്കിന് എടുത്തിരിക്കുന്ന അതേ വിഡ്ത്ത് തന്നെയാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ കുഴിച്ചൊന്ന് മാർക്ക് ചെയ്തുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെയും ടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2 ഇഞ്ച് വരച്ച് സൈഡിലേക്ക് 1/4 ഇഞ്ച് വീതമാണ് നമ്മൾ കൊടുക്കുന്നത്. കറക്റ്റ് ഈ നമ്മളുടെ ആ ഭാഗത്തിൻ്റെ മിഡ് പോയിന്റിലാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ഇതുപോലെ വരച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഈ ടക്കൊക്കെ നമുക്ക് ഈ ഒരു ടക്ക് ഇട്ട് കഴിയുമ്പോൾ അടുത്ത ടക്ക് ഇടേണ്ടത് എവിടെയാണെന്ന് കറക്റ്റായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ ആം ഹോളിൻ്റെ അവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പിടിച്ച് തന്നെ കിട്ടും. അത് അങ്ങനെ ചെയ്താലും മതിയേ. എന്നിട്ട് ബാക്കി ഫുൾ വിഡ്ത്ത് നമ്മളങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ മടക്കി ഇട്ടിരിക്കുന്നത് ആ പറയുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഫുൾ വിഡ്ത്തിൽ ബാക്കി എല്ലാം നമ്മളിങ്ങനെ എടുക്കുകയാണ്. ഇനി നമ്മളുടെ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന കിട്ടുന്നു. അവിടെ നിന്ന് 1 ഇഞ്ച് നമ്മൾ കൂടുതൽ കൊടുക്കുന്നു. പിന്നെ നമുക്ക് വേണ്ട സീം അലവൻസും കൊടുക്കുന്നത്. ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് എടുത്താൽ മതിയേ. കാരണം അവിടെ ടക്ക് വരുന്നത് കൊണ്ട് അധികം നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ടോട്ടൽ വിഡ്ത്തിൽ അങ്ങ് എടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മിച്ചം ഉണ്ടെങ്കിൽ അന്നാലിപ്പം കളഞ്ഞാലും മതിയേ. ഇതൊക്കെ ആദ്യമേ ചെയ്യുന്നവർ ഈ ഒരു മെത്തേഡിലൊക്കെ ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് ഈ ഭാഗത്ത് നമ്മളൊന്ന് ടക്കിട്ട് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കുഴിച്ചങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഈ സെൻറ്ററും ഒന്ന് നമ്മൾ 2 പാർട്ടാക്കി എടുക്കുന്നു. ഇതുപോലെ ഇപ്പം ഫ്രണ്ട് പോർഷൻ കിട്ടി. ഇനി നമ്മളുടെ ബാക്കി ക്ലോത്തിനെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ കൂടുതൽ എടുത്താണ് നമുക്ക് ബോട്ടം ഭാഗത്ത് ഫോൾഡ് ചെയ്യാനും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുമായിട്ടെല്ലാം 1.5 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പിട്ടാണ് ഇതുപോലെ ലെങ്ത് എടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് എത്രയാണ് നമ്മളുടെ ആം ഹോളിൻ്റെ വിഡ്ത്തെന്ന് നോക്കുക. എന്നിട്ട് ആ സെയിം വിഡ്ത്തിലുള്ള നമുക്ക് ക്ലോത്ത് എടുത്താൽ മതിയേ. നമ്മൾ വളച്ചത് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇനി ഇവിടുന്ന് ഒരു 3.5 ഇഞ്ച് ഓപ്പൺ സൈഡ് ഇങ്ങനെ ഡൗൺവേർഡ് കൊടുക്കുക. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മൾ കാണുകയാണ് ചെയ്യേണ്ടത്. എത്രയാണോ അത് കറക്റ്റ് സെൻറ്റർ അങ്ങ് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഈ ഓപ്പൺ സൈഡിൽ നിന്ന് 1/2 ഇഞ്ച് ഇങ്ങനെ താത്ത് കട്ട് ചെയ്ത് കറക്റ്റ് സെൻറ്റർ വഴി വന്ന് 1/2 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോട്ടം ഭാഗത്ത് നമുക്ക് എത്രയാണോ വേണ്ടത് അതിൻ്റെ കൂട്ടത്തിൽ സീം അലവൻസ് കൂടി ഇട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്ന ധാരാളം വീഡിയോസ് സിമ്പിൾ മെത്തേഡ് നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിപ്പോൾ സ്ലീവിനെ നിവർത്തി കഴിയുമ്പോൾ കിട്ടുവേ. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ 1 ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കുഴിച്ച് ഇങ്ങനെ കൊടുക്കാവേ. എന്നിട്ട് ഇങ്ങനെ നമുക്ക് സ്ലീവ് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ബാക്ക് പോർഷൻ ലഭിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ ഈ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മളുടെ ക്രോസ് സ്ട്രിപ്പ് നെക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ബെൽറ്റ് നമുക്ക് ഒരു സൈഡിൽ 3 പീസ് വേണം, അടുത്ത സൈഡിൽ 3 പീസ്, അങ്ങനെ ടോട്ടൽ 6 പീസ് വേണം. നമുക്ക് സാധാരണ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ നിന്ന് കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെ ബെൽറ്റിനായിട്ട് ഒരു പീസ് ക്ലോത്ത് വെളിയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മളുടെ ഹുക്കും ഹോളും വെക്കാനായിട്ടുള്ള സ്ട്രിപ്പ്, ബാക്ക് പോർഷൻ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു സ്ട്രിപ്പ്, പിന്നെ നമ്മുടെ സ്ലീവ്, ഇത്രയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ബ്ലൗസിനുള്ള എല്ലാ പീസസും ആകുമേ. ഇനി നമ്മൾ ആദ്യമേ എങ്ങനെയാണ് ബെൽറ്റ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാവേ. നമ്മൾ ആദ്യമേ വേറൊരു കളറിലുള്ള ക്ലോത്തിനെ കട്ടൊന്നും ചെയ്യാതെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത ബെൽറ്റിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഒരു സ്മോൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒരുപോലെ വരണം. ഈ 2 പീസും നല്ല വശങ്ങൾ തമ്മിലാണ് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തത്. ഇനി അടുത്ത പീസും അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അവിടെ എങ്ങനെയാണോ വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുപോലെ ഈ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റായിട്ട് ഈ 2 പീസ് ഒരേപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ ആദ്യത്തെ പീസ് വെച്ച് കൊടുത്തത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ നിന്നും നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ 2 ടൈംസ് ചെയ്തോണേ. അതിനുശേഷം ഇതിനെ ഇങ്ങനെ നിവർത്തുന്നു. അപ്പോൾ ഒറ്റ പീസായിട്ട് കിട്ടും. അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ പ്രസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ 2 ബെൽറ്റിൻ്റെ പോർഷനും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ നിവർത്തി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ സൈഡുകൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ബെൽറ്റിൻ്റെ പോർഷൻ ലഭിക്കുവേ. അപ്പം നമ്മൾ ഈ ബെൽറ്റിൻ്റെ പോർഷൻ്റെ ഈ അടിഭാഗത്ത് ഒരു സൈഡിൽ സ്റ്റിച്ചും അടുത്ത സൈഡിൽ സ്റ്റിച്ച് ഇല്ലാതെയും വരുവേ. ഇങ്ങനെ നമ്മൾ കട്ടുകൂടെ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നീറ്റായിട്ട് കിട്ടുവേ. അപ്പം ആ സ്റ്റിച്ച് അടിഭാഗത്ത് ഇല്ലാത്ത സൈഡാണ് നമുക്ക് പുറത്ത് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മൾ ടക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടക്ക് ഇടുന്നൊക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഇതേ സെയിം രീതിയിൽ ഇങ്ങനെ നന്നായിട്ട് ആ ടക്കിൻ്റെ ഭാഗമെല്ലാം നീറ്റായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ബെൽറ്റിൻ്റെ പോർഷനിൽ കുറച്ച് മിച്ചം വരുവേ. അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ആദ്യമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതിയേ. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഹുക്കും ഹോളിനുള്ളതെല്ലാം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ നീറ്റായിട്ട് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡർ നമ്മൾ അറ്റാച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഇതുപോലെ ഷോൾഡറും അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഈ ക്രോസ് സ്ട്രിപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചത് അറ്റാച്ചൂടെ ചെയ്ത് കൊടുക്കണേ. ഇങ്ങനെ അറ്റാച്ച് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ ധാരാളം ഈ ബ്ലൗസ് തന്നെ ഇട്ടിട്ടുണ്ട് പല മെതേഡ്.
അപ്പോൾ ആ പല മോഡൽസ് ഉള്ളത് അതിനകത്തെല്ലാം ഇത് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നിട്ട് ആ ബാക്കി ഭാഗം കൈത്തയ്യൽ തയ്ച്ച് കൊടുക്കണേ. ഇനി നമ്മൾ ഈ ബോട്ടം ഭാഗത്തേക്ക് നമ്മൾ 2 ഇഞ്ച് വിഡ്ത്തുള്ള ആ സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് സൈഡ് നമ്മുടെ വിഡ്ത്തിനനുസരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴത്തേന് ഒരല്പം നീണ്ടൊക്കെ നിൽക്കുവേ. വിഡ്ത്ത് ഒരു കുറച്ച് കൂടുതൽ വരും. ആ ഭാഗമെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് 2 സൈഡും ക്ലിയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ലഭിക്കുവേ. ഇത് നമ്മളൊരു 36 ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് മാറ്റിയെടുത്ത് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സാരി ബ്ലൗസ് എപ്പോഴും നമ്മൾ കട്ട് പല പ്രാവശ്യം ചെയ്ത് നോക്കണം. അപ്പം നല്ല നീറ്റായിട്ട് വരുവേ. ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും ബെല്ലൈക്കൻ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും ഫുള്ളായിട്ട് വീഡിയോ കാണുകയും നമ്മളുടെ ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഒരു ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുകയും ഒക്കെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.